ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്ക് എങ്ങനെ ഒരു കിഡിലൻ നെക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ് പാച്ച് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു നെക്കിൻ്റെ പാച്ച് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ടേക്കാം, വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം, അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനിലല്ലേ നമ്മൾ ചെയ്യുക, അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെക്ക് പീസ്, റെഡിമെയ്ഡ് നെക്ക് പീസ് 15 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനത് ഇതുപോലെ നടുവേ മടക്കിയിട്ട് ഇതുപോലെ വെക്കുക. കുർത്തിക്കും ഇത് ചെയ്യാം, നൈറ്റിക്കും ചെയ്യാം, കുർത്തിക്കും ചെയ്യാതെ. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്ക് തുടങ്ങുന്നവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ടേക്കാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലുള്ള തുണിയോട് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പലർക്കും ഇത് എങ്ങനെ തയ്ക്കുക എന്നറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അടിപൊളി നെക്ക് ഡിസൈനാണ്, ശരിക്കും നല്ല ഫിനിഷിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത കളർ തുണി കൂടി ആയപ്പോഴാണ് ലൈറ്റ് കളറിൽ ഇത് മാച്ച് ആവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വരുന്നതുകൊണ്ട് ചില സമയം ചില ഭാഗങ്ങൾ അത്ര ഈക്വലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈക്വൽ അല്ലാത്ത ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ തുണിയുടെ ഉൾവശത്ത് എടുക്കുക. അതിൽ നമുക്ക് നല്ല വശം അടിയിൽ, നമ്മുടെ നെക്ക് പീസിൻ്റെ നല്ല വശം അടിയിൽ വരത്തക്ക രീതിയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് കറക്റ്റ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചിടുക. അതായത് നമ്മൾ എവിടെയാണോ നെക്കിൻ്റെ ആ ബോർഡർ തുടങ്ങുന്നത് അവിടെ ഇതുപോലെ വെച്ചിട്ട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക. എളുപ്പം പറഞ്ഞാൽ ഞാൻ ഇത്രയും എളുപ്പമുള്ള ഒരു നെക്ക് ഇല്ല, അത്രയും എളുപ്പം ചെയ്യാനായിട്ട്. റെഡിമെയ്ഡ് നമുക്ക് ഒരു ഹോൾസെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 രൂപ 7 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. തയ്യൽ സാധനം കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടുന്നതാണ് ഈ ഐറ്റംസ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതേ ചുറ്റും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മുടെ തുണി ഡാർക്ക് കളർ തുണിയിലാണ് ഏറ്റവും കൂടുതൽ നന്നായി മാച്ച് ആവുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ശരിക്കും അത് കുർത്തിക്ക് ഉപയോഗിക്കാം, നൈറ്റിക്ക് ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റി, സാധാരണ ചുരിദാർ നൈറ്റി, കുർത്തി എല്ലാത്തിനും ബെസ്റ്റാണത്. അപ്പോൾ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ നെക്ക് പാച്ചിനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കാതെ. കഴുത്തും പതിച്ചടിക്കണം. കഴുത്ത് പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ബോർഡറിൻ്റെ എൻഡ് വശം നമ്മൾ തുണിയോട് ചേർത്ത് പതിച്ചടിച്ചാലും മതി. ഇതുപോലെ നമുക്കിത് കണ്ടോ, ഈ ഒരു ഇതിനെ ആ നെക്കിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തിരിച്ചിട്ടിട്ട് തുണിയുടെ നല്ല വശം എടുക്കുക. ഇപ്പോൾ ഉൾവശമല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നല്ല വശത്തേക്ക് തുണി ഇങ്ങനെ എടുത്തു. ഇപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് പതിച്ചടിക്കുക വേണ്ടു. അപ്പോൾ ഇത് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്ക് പാച്ച് വേണ്ടവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം. വിളിച്ച് കഴിഞ്ഞാൽ അവർ എടുക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് വാട്സാപ്പ് നമ്പറിൽ അവർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിൽ റിപ്ലൈ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ചുറ്റും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, ചുറ്റും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഈ തുമ്പിലുള്ള നെക്ക് ചെയ്യണം നിർബന്ധമില്ല. അതിന് പകരമായിട്ട് ആ ബോർഡറിൻ്റെ എൻഡ് വശം ചുറ്റും ഒന്ന് മടക്കി അടിച്ചാലും മതി കേട്ടോ. നമ്മുടെ തുണിയോട് ചേർത്ത് അടിച്ചാലും മതി. ശരിക്കും നല്ല നമുക്ക് റെഡിമെയ്ഡ് കുർത്തി പോലെ നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാം. ചിലവർക്കൊക്കെ ഇല്ലേ റെഡിമെയ്ഡ് കുർത്തി തന്നെ വേണം, നമ്മൾ അടിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ സൈഡൊന്നും മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നെറ്റിൻ്റെ തുണിയാണ്, അതുകൊണ്ട് ഇന്ന് പിഞ്ഞു പോവില്ല. നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ അത് നൂല് വലിഞ്ഞു ഒന്നും ചെയ്യില്ല. മടക്കി അടിക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറുതെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചാൽ വെറുതെ അതുപോലെ വെച്ചിട്ട് തുണിയോട് ചേർത്തൊന്ന് അടിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒന്ന് മടക്കി അടിക്കണ്ടേ, പക്ഷെ നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇനി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ വെച്ച് ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. അല്ല ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇത് ഡെലിവറി ചെയ്തു തരും നിങ്ങൾക്ക്. എവിടെയാണെങ്കിലും ഓൾ ഇന്ത്യ ഒരു ഷിപ്മെൻറ്റ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടവർ വാട്സാപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്ത്
എടുക്കണം കേട്ടോ. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച ശേഷം വേണം അയൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഉരുകിപ്പോവും, നെറ്റാണ് ഇത്. അപ്പോൾ നമുക്ക് ചെയ്തെടുത്ത് ചില സമയം ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഡയറക്റ്റ് അയൺ ചെയ്യരുത്, നെറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ഇതായി പോകട്ടതേ. അപ്പോൾ എന്ത് ഭംഗിയെ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.